ദൈവപിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. നന്ദിയോടുകൂടി ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. ജീവനമെന്റെ സർവസ്വവും മുൻപിലണച്ച് യേശുവേ നാഥ, ജീവനും എന്റെ സർവസ്വവും സമർപ്പിച്ച് പാവനാത്മാവേ, പരിശുദ്ധ ത്രിത്വമേ സ്തുതിക്കാം. അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനും എന്റെ സർവസ്വവും മുൻപിലണച്ച് ജീവനും എന്റെ സർവസ്വവും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വഴിയും സത്യവും ജീവനുമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടതെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവുമായിട്ട് സഹകരിച്ച് അത് ആ പ്രാർത്ഥന അഭിഷേകമാകുവാൻ, അനുഗ്രഹമാകുവാൻ നമ്മെ സഹായിക്കുന്നു. നാം തുടർന്നുള്ള ഗാനത്തിൻ്റെ മധ്യേ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് വേണ്ടി അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 47-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ പറയുന്നു, അവർ അവിടുത്തെ വിശുദ്ധനാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതികളാൽ വിശുദ്ധ സ്ഥലം മുഖരിതമായി. അവർ അവിടുത്തെ വിശുദ്ധനാമത്തെ സ്തുതിച്ചപ്പോൾ അവരുടെ സ്തുതിഗീതികളാൽ വിശുദ്ധ സ്ഥലം മുഖരിതമായി. കർത്താവ് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ അവകാശം ഉറപ്പിക്കുകയും ചെയ്തു. ദിവ്യകാരുണ്യ ആരാധന, ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ 3 അനുഗ്രഹമാണ് ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുന്നത്. ഒന്ന്, നമ്മുടെ വീട്, നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകൾ, വ്യാപാര മേഖലകൾ ഒക്കെ അഭിഷേകം കൊണ്ട് നിറയുകയാണ്. അവർ നിന്നിരുന്ന സ്ഥലം അഭിഷേകം കൊണ്ട് നിറഞ്ഞു. 2, നമ്മുടെ നിരവധിയായ പാപങ്ങൾ കർത്താവ് വീണ്ടും ക്ഷമിക്കുകയാണ്. അതിന് പരിഹാരം നമ്മൾ ചെയ്യുകയാണ്. 3, നാം ദൈവത്തിൻ്റെ മകനും മകളുമാണെന്നുള്ള അവകാശം നമ്മൾ ഉറപ്പിക്കുകയാണ്. അതെ, പ്രഭാഷകൻ 47:10 ചേർന്നുകൊണ്ട് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നത് സങ്കീർത്തകൻ 69:30 പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും, കൃതജ്ഞതാ ഗീതത്തോടുകൂടി ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും. അത് കർത്താവിന് കാളകളെയും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റിനെക്കാട്ടിലും പ്രസാദകരമാണ്. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നുള്ള അഭിഷേകത്തിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവേ, ഈ തുടർന്നുള്ള ഏതാനും സമയം
സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥിക്കാം. പാവനാത്മാവേ സ്തുതിക്കുവാൻ, പാടുവാൻ, പുകഴ്ത്തുവാൻ, പാടുവാൻ, പുകഴ്ത്തുവാൻ, നയിക്കുവാൻ, സ്തുതിക്കുവാൻ, പാടുവാൻ, പുകഴ്ത്തുവാൻ, നയിക്കുവാൻ, പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ. ക്ഷമിക്കുവാൻ, മറക്കുവാൻ, സ്തുതിക്കുവാൻ, മറക്കുവാൻ, മറക്കുവാൻ, ത്യജിക്കുവാൻ, ത്യജിക്കുവാൻ, സഹിക്കുവാൻ, സഹിക്കുവാൻ, സ്തുതിക്കുവാൻ, മറക്കുവാൻ, മറക്കുവാൻ, ത്യജിക്കുവാൻ, ത്യജിക്കുവാൻ, സഹിക്കുവാൻ, സഹിക്കുവാൻ, പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ. കൈകളടിച്ച്, കൈകളടിച്ച് ദൈവപിതാവിന് ആരാധന, 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 ദൈവപിതാവിന് ഉയർത്തിയടിച്ച് ആരാധന. ഹല്ലേലൂയ, ഹാലേലു 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 കോടാനുകോടി മാലാഖമാരോട് ചേർന്നുകൊണ്ട് ഹാലേലു 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 ഹാലേലുയാ. താഴ്ത്തിയടിച്ച് യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന, യേശുനാഥന് ആരാധന, യേശുനാഥനു ആരാധന, യേശുനാഥനു ആരാധന. മണി കൂടാതെ, ലജ്ജ കൂടാതെ ഹാലേലു 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 ഹാലേലു. അഭിഷേകം ഉണ്ടാകട്ടെ. ഹാലേലു 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 ഹാലേലുയാ. നമ്മുടെ വീട് അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹാലേലു 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 ഹാലേലുയാ. നമ്മുടെ മക്കൾ അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹാലേലു 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 ഹാലേലുയാ. പാവനാത്മന് ആരാധന, പാവനാത്മന് ആരാധന, പാവനാത്മന് ആരാധന, പാവനാത്മന് ആരാധന. കൈകളുയർത്തി ഹല്ലേലൂയ. ഹാലേലു 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 ഹാലേലുയാ. നാം നിൽക്കുന്ന സ്ഥലം അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹാലേലു 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 ഹാലേലുയാ. നമ്മുടെ ഭവനം അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹാലേലു 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 ഹാലേലുയാ. നമ്മുടെ ജോലി സ്ഥലം അഭിഷേകം കൊണ്ട് നിറയട്ടെ. ഹാലേലു 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 ഹാലേലു
ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന്, ത്രിയേക ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന, ത്രിയേക ദൈവത്തിനു ആരാധന. ഹാലേലു 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 ഹാലേലുയാ, ഹാലേലു 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 ഹാലേലുയാ, അഭിഷേകം നിറയട്ടെ. ഹാലേലു 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 ഹാലേലുയാ, 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 ഹാലേലു 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 ഹാലേലുയാ, ഹാലേലു 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 ഹാലേലുയാ, ഹാലേലു 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 ഹാലേലുയാ, ഹാലേലു 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 ഹാലേലുയാ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ 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 അങ്ങയെ സ്തുതിക്കുന്നു, ഈശോയേ യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭാഷാപരമുള്ളവർ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ ഒന്ന് വിളിച്ചേ, യേശുവിനെ ഒന്ന് വിളിച്ചേ, യേശുവിനെ ഒന്ന് വിളിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്, ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന്. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൈകൾ കൂപ്പി പിടിച്ച് ഈശോയ്ക്ക് തലകുനിച്ച് ആചാരം ചെയ്ത് ആരാധന നടത്തി സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിട്ടിരിക്കൂ. പ്രിയപ്പെട്ടവരെ, 1997 ഒക്ടോബർ 26 ഞായർ, 1997 നവംബർ 2 ഞായർ, ഈ 2 ദിവസങ്ങളിൽ ഇന്നേക്ക് 27 വർഷങ്ങൾക്ക് മുമ്പ് ഈ അൾത്താരയിൽ 2 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നു. ഒന്ന് 1997 ഒക്ടോബർ 26 തീയതി അന്നത്തെ രൂപതാധ്യക്ഷനായിരുന്ന മാർ ജേക്കബ് മനന്തോട്ട് പിതാവ് അർപ്പിച്ച ബലിയിൽ അന്ന് സെക്രട്ടറി ആയിട്ട് മൈരമേലി അച്ഛനും ഉണ്ടായിരുന്നു. അന്നത്തെ വികാരി അച്ഛൻ ജോസഫ് പുലവേലി അച്ഛൻ. അന്ന് റാണിയുടെ നാവിൽ പൈസകുർബാന മാംസരക്തമായി മാറി. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 1997 നവംബർ 2 തീയതി ഇതേ അൾത്താരയിൽ ദൈവത്തിൻ്റെ പ്രത്യേക കാരുണ്യത്താൽ എളിമയോട് പറയുന്നു, നന്ദിയോടുകൂടി പറയുന്നു, ഞാൻ അർപ്പിച്ച ബലിയിൽ റാണിയുടെ നാവിൽ പൈസകുർബാന മാംസരക്തമായി മാറി. വീണ്ടും 3 മാസങ്ങൾക്ക് ശേഷം 1998 ഫെബ്രുവരി 12 തീയതി ഒരു കൺവെൻഷന് മധ്യേ തൂങ്കഴി പിതാവ് അർപ്പിച്ച ദിവ്യബലിയിലും പൈസകുർബാന റാണിയുടെ നാവിൽ
മാംസരക്തമായി മാറി. ദിസ് ഈസ് ബിയോണ്ട് സയന്റിഫിക് എക്സ്പ്ലനേഷൻ. ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന ദേവാലയത്തിൽ 1300 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു വൈദികൻ അർപ്പിച്ച ബലി, ആ ബലി മധ്യേ കടലാസിന്റെ വലിപ്പമുള്ള പരിശുദ്ധ കുർബാന മാംസരക്തമായി മാറി. അതിന്നും ഒരു അത്ഭുതമായിട്ട് ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന ദേവാലയത്തിൽ ഇന്നും അത് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ദിസ് ഈസ് ബിയോണ്ട് സയന്റിഫിക് എക്സ്പ്ലനേഷൻ. അതെ, ഇത് പരിശുദ്ധ കുർബാന ഇത് ഇന്നും ബുദ്ധിക്കും യുക്തിക്കും അതീതമായ ഒരു അത്ഭുതമാണ്. എന്തൊരത്ഭുതമേ, ഇതെന്തൊരത്ഭുതമേ! നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമെൻ അരികിലായി അൾത്താരയിൽ എന്തൊരത്ഭുതമാ. ഇത് പറയുമ്പോൾ തന്നെ സുഗന്ധം കൊണ്ട് കർത്താവ് നിറയ്ക്കുകയാണ് ഈ പ്രദേശം. ഇതെന്തൊരത്ഭുതമാ, ദൈവത്തിന്റെ സാന്നിധ്യം നിറയുകയാണ്. ദൈവമെൻ അരികിലായി അൾത്താരയിൽ അപൂർവമായി നൽകുന്ന സുഗന്ധാഭിഷേകം. എന്തൊരത്ഭുതം, ഇത് ദൈവത്തിന്റെ അത്ഭുതമാണെന്ന് ദൈവജനം വിശ്വസിക്കുമ്പോൾ വീണ്ടും അവിടുന്ന് അടയാളം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ദൈവമെൻ അരികിലായി അൾത്താരയിൽ. കർത്താവേ, നന്ദി മാത്രമേ പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ പറയാനുള്ളൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ പറയാനുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 30-ാമത്തെ വചനം. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, ഞങ്ങൾ കണ്ടു വിശ്വസിക്കേണ്ടതിന് എന്ത് അടയാളമാണ് നീ ചെയ്യുക? എന്താണ് പ്രവർത്തിക്കുക? അവിടുന്ന് അവർക്ക് ഭക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തരുന്നത്, എന്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്നും യഥാർത്ഥമായ അപ്പം തരുന്നത്. എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്ന് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്ന അത്രേ. ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്ന എന്റെ ബുദ്ധിക്കും യുക്തിക്കും അതീതമായ വലിയ ഒരു അത്ഭുതത്തിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തൊരു അത്ഭുതമേ! നമുക്ക് വാഴ്ത്തിപ്പാടാം. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമേ അരികിലായി അൾത്താരയിൽ. ആരാധന മാത്രമേ, ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ പറയാനുള്ളൂ. യേശയ്യ 45:19. അന്ധകാരം നിറഞ്ഞെടുത്ത് വെച്ച് രഹസ്യമായിട്ടല്ല ഞാൻ നിങ്ങളോട് സംസാരിച്ചത്, ശൂന്യതയിൽ എന്നെ തേടുവാൻ യാക്കോബിന്റെ സന്തതികളോട് ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. യേശയ്യ 45:19 വചനമാണ്. ഭാവിയിൽ നടക്കാൻ പോകുന്ന ദിവ്യകാരുണ്യത്തെ കുറിച്ചുള്ള ഒരു വലിയൊരു പ്രവചനമാണത്. അന്ധകാരം നിറഞ്ഞെടുത്ത് രഹസ്യമായിട്ടല്ല ഞാൻ നിങ്ങളോട് സംസാരിച്ചത്, ശൂന്യതയിൽ എന്നെ തേടുവാൻ യാക്കോബിന്റെ സന്തതികളോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. അവിടുന്ന് ശെഖിയോശാലയിൽ 12 അപ്പസ്തോലന്മാരുടെ കാലുകൾ കഴുകി അവരെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് അപ്പം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. പാനപാത്രം എടുത്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഇതെന്റെ രക്തമാണ്. യേശയ്യ 45:19 പറയുന്നു, കർത്താവായ ഞാൻ സത്യം പറയുന്നു,
ശരിയായത് പ്രഖ്യാപിക്കുന്നു. അതെ, ലോകത്തിന് മുമ്പിൽ സത്യത്തിന്റെ സത്യമായ വത്സ കുർബാനയുടെ മുമ്പെയാണ് നമ്മൾ നിൽക്കുന്നത്. യേശുവേ, ഈ അത്ഭുതത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഇത് വിശ്വസിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ പ്രാർത്ഥിക്കാം. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ എന്ന് പറയാനുള്ളൂ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ, എല്ലാവരും ദൈവസ്ഥാനം എഴുന്നേറ്റ് നിൽക്കൂ. ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ എന്ന് രണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആരാധന മാത്രമേ പാടാം. ആരാധന മാത്രമേ നന്ദി മാത്രമേ എന്ന് പറയാനുള്ളൂ. കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മെ കാക്കുന്ന നമ്മുടെ കർത്താവിന്റെ തിരുമുൻപിൽ എന്തൊരതിശയമാണ് കർത്താവേ ഞങ്ങൾ ഈ കാണുന്നത് എന്ന് പാടി പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ നമ്മൾ. എന്തൊരത്ഭുതമാണ് ദൈവമേ ഞങ്ങൾ ഈ കാണുന്നത്. തിരുവോസ്തി രൂപനായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മനുഷ്യമക്കളെ സന്ദർശിക്കാൻ, സ്നേഹിക്കാൻ, അവരെ കാണാൻ, കേൾക്കാൻ ഇതാ സിംഹാസന മധ്യേ എഴുന്നള്ളിയിരിക്കുന്നു. വെളിപാട് പുസ്തകം 7-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ സിംഹാസനത്തിന് മധ്യേ കുഞ്ഞാട് എഴുന്നള്ളിയിരിക്കുന്നു. അവൻ അവരെ മേയിക്കുകയും ജീവന്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ കണ്ണുനീർ ദൈവം തുടച്ചു മാറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന് ഒരു വെളുത്ത അപ്പത്തിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കാമെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനും അവിടത്തേക്ക് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയമാണ് നിനക്കിപ്പോൾ വേണ്ടത്. നിന്റെ ജീവിതത്തിലെ ക്ലേശങ്ങളോ, ദുരിതങ്ങളോ, രോഗങ്ങളോ, പീഡനങ്ങളോ, പ്രലോഭനങ്ങളോ, പ്രതിസന്ധികളോ എന്തുമാകട്ടെ, പർവ്വതം പോലെ നിന്റെ മുൻപിൽ നിന്നാലും നീ നോക്കേണ്ടത് നിന്നെ സൃഷ്ടിച്ച നിന്റെ കർത്താവിലേക്കാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരാജയങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാം. എന്നാൽ കുഞ്ഞെ ഓർക്കുക, നിന്നെ കൈവിടാത്തൊരു ദൈവം, പർവ്വതങ്ങളെക്കാൾ ഉന്നതനായവൻ, സൗഖ്യത്തിന്റെ ദാതാവായ ദൈവം, നിന്നെ കരം പിടിച്ചുയർത്തുന്നവൻ, നിന്റെ കർത്താവ് ഇതാ ഈ ദേവാലയത്തിൽ നിന്നെ കാണാൻ, നിന്നിലേക്ക് എഴുന്നള്ളി വരാൻ, നിന്റെ സങ്കടങ്ങൾ കേൾക്കാൻ, നിന്റെ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നിരിക്കുകയാണ്. അതിനാൽ എന്തുമാകട്ടെ ജീവിതം, ആ ജീവിതം ആ തച്ചന്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേൻ. എല്ലാവരും സമർപ്പിക്കട്ടെ. ജീവിതയാത്രയിൽ ഇടറിപ്പോയപ്പോൾ നിന്നിൽ നിന്ന് ഇറങ്ങിപ്പോകാത്തവൻ നിന്നെ കാത്തിരിപ്പുണ്ട് കുഞ്ഞേ. ഇവിടെ ഈ ആലയത്തിൽ നിന്റെ മുൻപിൽ നിന്നെ നോക്കി, കണ്ണിലെ കൃഷ്ണമണി പോലെ നിന്നെ നോക്കിയിട്ട് ഈശോ പറയാ, കുഞ്ഞേ നിന്നെ എനിക്ക് താ. നിന്റെ പ്രതിസന്ധികളോടുകൂടെ, നിന്റെ വേദനകളോടുകൂടെ, നിന്റെ ക്ലേശങ്ങളോടുകൂടെ, നിന്റെ രോഗങ്ങളോടുകൂടെ, നിന്റെ പ്രതിസന്ധികളോടുകൂടെ, കഷ്ടപ്പാടുകളോടുകൂടെ, അവിശ്വാസത്തോടുകൂടെ, പാപത്തോടുകൂടെ, മനസ്താപം നിറഞ്ഞ ഹൃദയത്തോടുകൂടെ, ക്ഷമിച്ചുകൊണ്ട്, പൊറുത്തുകൊണ്ട്, വിദ്വേഷം മാറ്റി നിർത്തിക്കൊണ്ട്, പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ നിന്നെ തന്നെ കർത്താവിന് കൊടുക്ക്. ഇത് അത്ഭുതങ്ങളുടെ നിമിഷങ്ങളാണ്. എന്തൊരത്ഭുതമാണ് നാം ദർശിക്കുന്നത്. മനുഷ്യ ബുദ്ധിക്ക് അഗ്രാഹ്യമായത്
ദൈവമേ, ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാ. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചല്ലോ, ഭൗതിക നന്മകളുടെ സന്തോഷത്തിലല്ല. സാധ്യതകളും പരിമിതികളും എത്രയുണ്ടെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ കർത്താവിൽ സന്തോഷം കണ്ടെത്തിയാൽ ആ സന്തോഷമാണ് ഏറ്റവും വലുത്. നമുക്ക് സമർപ്പിക്കാം. എന്തൊരത്ഭുതമാണ് നാം ഈ കാണുന്നത്. കർത്താവിന്റെ മുൻപിലേക്ക് ഏറ്റുപാടാൻ നമുക്ക്. ജീവിതം മുഴുവനും അത്ഭുതമാണ് പ്രിയ ദൈവ പൈതലേ. നീ കാണുന്നതും കേൾക്കുന്നതും മാത്രമല്ല, അല്ലാത്തതും അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ അത്ഭുതം. ആ ഈരടികൾ ഏറ്റുപാടിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തൊരത്ഭുതമാ ഇതെന്തൊരത്ഭുതമാ, ദൈവമേ അരികില അൾത്താരയിൽ ആരാധന മാത്രമേ, ആരാധന മാത്രമേ പാടാനുള്ളൂ, നന്ദി മാത്രമേ, നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. രണ്ട് കൈകളും യേശുവിന്റെ പക്കലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ആരാധന മാത്രമേ പാടാനുള്ളൂ, ഹൃദയങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നന്ദി മാത്രമേ എന്നും പറയാനുള്ളൂ. ഈശോയെ, അങ്ങയുടെ സ്നേഹം എത്ര മഹനീയമാണെന്ന് അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളാണ് നാഥ ഇത്. അതെന്താണെന്ന് എത്രമാത്രമാണെന്ന് പലർക്കും അറിയില്ല കർത്താവേ. എങ്കിലും ഈ എളിയദാസി നന്ദിയോടെ അങ്ങയുടെ സന്നിധിയില് ഈ സ്വരത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് ഈശോ എന്നെ ഇവിടെ നിർത്തിയതിന് നന്ദി പറയുന്നു. ഈശോയെ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പനിയും ജലദോഷവും ചുമയും ശ്വാസമുട്ടലും മറ്റ് അസ്വസ്ഥതകളുമായിട്ട് ഇന്നിവിടെ വരാൻ പോലും പറ്റുമോ എന്നറിയാതെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ തന്ന ആശ്വാസത്തിന്റെ ഉത്തരമാണ് നന്ദിയോടെ ഞാനിവിടെ ആയിരിക്കുക. ഈശോയെ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. കർത്താവേ, അങ്ങേക്ക് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ. പല ആരാധനകളിലും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ അഹം നമ്മെ തകർക്കും, നമ്മുടെ അനുസരണം നമ്മെ വളർത്തും. അഹങ്കാരം സകല ദുഷ്ടതയും സ്വാർത്ഥതയും കാപഢ്യവും നിറഞ്ഞതാണ്. അഹങ്കാരത്തിൽ നിന്ന്, സ്വയത്തിൽ നിന്ന് മോചിതരാകാൻ ഈശോ വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഓരോരുത്തരും മനസ്തപിച്ച് പരിചിന്തനം ചെയ്ത് ചിന്തിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ എന്ന് ഈശോ ആവശ്യപ്പെടുകയാണ്. ഞാൻ എന്ന ഭാവത്തിൽ, സ്വാർത്ഥതയിൽ, ദുഷ്ടതയിൽ, ദുഷ്പ്രേരണകളിൽ, കാപഢ്യത്തിൽ, നുണപ്രചരണങ്ങളിൽ, അങ്ങനെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ വ്യാപൃതരായിട്ട് നമ്മളൊക്കെ ജീവിച്ചു പോയിട്ടുണ്ട്. അതിനെല്ലാം നമുക്ക് മാപ്പ് ചോദിക്കാം. ഈശോയുടെ സന്നിധിയിൽ വിശുദ്ധിയുള്ള ഒരു ഹൃദയം നമുക്ക് വേണം, വിശുദ്ധിയുള്ള വിചാരങ്ങൾ വേണം, വിശുദ്ധിയുള്ള പ്രവൃത്തികൾ വേണം, വിശുദ്ധിയുള്ള വിശ്വാസം വേണം. നമ്മുടെ ഓരോ നോട്ടത്തിലും നമ്മുടെ സ്പർശനത്തിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുകയാണ്. പ്രിയ ദൈവ പൈതലേ, നിന്റെ ജീവിതം ഇന്ന് ക്ലേശപൂർണമാണെങ്കിൽ, സഹനത്തിന്റെ തീച്ചൂളയിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിൽ, ഒരുപാട് വേദനകൾ ആരോടും പറയാതെ നീ മനസ്സിൽ ഒതുക്കുന്നുണ്ടെങ്കിൽ, നീ ഓർക്കുക, സ്വർഗം നിന്നെ മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഏത് പ്രതിസന്ധികൾക്കും ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ് ദൈവം, യേശു ക്രിസ്തു. ആ യേശുവാണ് നിന്റെ മുൻപിൽ ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുക. നിന്റെ പ്രതിസന്ധികൾ നിനക്ക് താങ്ങാവുന്നതിൽ അപ്പുറമാണെന്ന് നീ ചിന്തിക്കുമ്പോൾ അവിടുന്ന് ഗൗരവമായി തന്നെ നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഉറപ്പേകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഓർക്കുക,
നീ ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞു, ഈശോയ്ക്ക് വേണ്ടി വേണ്ട എന്ന് വെച്ചതൊന്നും ഈശോയേക്കാൾ വലുതായിരുന്നില്ല. ഹല്ലേലൂയ. ഈശോയ്ക്ക് വേണ്ടി ലോകത്തിന്റെ കല്ലേറ് ഭയന്നിട്ട് പരിശുദ്ധ അമ്മ അന്ന് മംഗളവാർത്തയ്ക്ക് യെസ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അവൾ മനസ്സിലാക്കി, രക്ഷകനേക്കാൾ വലുതായ ഒരു രക്ഷയും ലോകത്തിലില്ലെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ ജീവിതത്തില് കർത്താവിനേക്കാൾ വലുതായിട്ട് നീ എന്താണോ കൊണ്ടു നടക്കുന്നത്, നിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആകുലതകളോ, നഷ്ടപ്പെട്ടു എന്ന് നീ കരുതുന്ന സൗഭാഗ്യങ്ങളാണ് നീ മിഥ്യയായി ധരിക്കുന്ന കാര്യങ്ങളോ ഒന്നുമാകരുതേ. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നിന്റെ കയ്യിലുള്ളതൊന്നും നഷ്ടപ്പെടുകയുമില്ല. കാരണം നീ കർത്താവിന്റെ കൺമണിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നീ വിട്ടുവീഴ്ചയ്ക്കും വിട്ടുകൊടുക്കലുകൾക്കും നീ വിധേയനാകണം. കാരണം വിട്ടുവീഴ്ചകളും വിട്ടുകൊടുക്കലുകളും പരാജയമല്ല, അത് വിജയത്തിന്റെ നാന്ദിയാണ്. ഹല്ലേലൂയ. നമുക്ക് സമർപ്പിക്കാം. അധിക സമയം ആരാധനയ്ക്കായിട്ട് നമുക്കിപ്പോൾ ഇല്ലെങ്കിലും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയ്ക്ക് നമുക്ക് ഒരുങ്ങേണ്ടത് കൊണ്ട് കർത്താവിന്റെ സന്നിധിയില് വിട്ടുവീഴ്ചകൾക്കും വിട്ടുകൊടുക്കലുകൾക്കും നമ്മുടെ ഇടപെടലുകളും ഇടപാടുകളും ദൈവോത്മകമായി തീരാനായിട്ട് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ഈശോ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് പറയുകയാ, വിശുദ്ധ കുർബാന, ആ മഹാസത്യം അനേകർക്ക് വിവാദ വിഷയമായ കാരണമാകുമെന്ന് പരിശുദ്ധ അമ്മ വർഷങ്ങൾക്ക് മുൻപ് തിരുസന്ദേശത്തിലൂടെ പറഞ്ഞപ്പോൾ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന തിന്മ ഉണ്ടാകുമോ എന്ന് പോലും അറിയില്ലായിരുന്നു. പ്രിയപ്പെട്ട ദൈവ പൈതലെ ഓർക്കുക, പരിശുദ്ധ കുർബാനയോടുള്ള അകൽച്ച സത്യവിശ്വാസത്തിൽ നിന്നും സത്യസഭയിൽ നിന്നും സത്യ ദൈവത്തിൽ നിന്നുമുള്ള അകൽച്ചയാണ്. അത് സംഭവിക്കാതിരിക്കട്ടെ. സഭ ഒന്നിക്കട്ടെ, സഭാ മക്കൾ ഒന്നാകട്ടെ, വിട്ടുവീഴ്ചകൾ സംഭവിക്കട്ടെ, സ്നേഹത്തിന്റെ കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ. ദൈവമേ, 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 അഹം മാറട്ടെ കർത്താവേ. പിടിച്ചു വെച്ചിരിക്കുന്നതെല്ലാം വിട്ടുകൊടുക്കുവാൻ, സഭയുടെ ഐക്യത്തിന് വേണ്ടി സ്നേഹത്തിൽ ഒരേപോലെ യേശുവിന്റെ മുൻപിൽ അണയാൻ എല്ലാ മക്കൾക്കും സാധിക്കട്ടെ. കർത്താവേ, പരാജയമല്ല, തകരുന്നതും തകർക്കുന്നതും തിന്മയാണ്. എന്നാൽ അവനെ ജയിക്കാൻ യേശു ക്രിസ്തു കുരിശു മരണത്തെ ജയിച്ചവൻ, പാതാളത്തിൽ നിന്ന് മനുഷ്യ മക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിവുള്ള കർത്താവ് വിശുദ്ധ കുർബാനയിൽ ഓരോ ബലിവേദിയിലും അണയുമ്പോൾ മക്കൾ ഒന്നിക്കട്ടെ. ദൈവമേ, വിഘടിച്ചു പോകാതിരിക്കട്ടെ കർത്താവേ. എല്ലാവരെയും ഒന്നിപ്പിക്കണം ഈശോയെ. സഭയുടെ മക്കൾ ഒന്നായി ജീവിക്കട്ടെ. കാരണം ബലിപീഠത്തിനും അരികിൽ കൂടുകൂട്ടി പാർക്കേണ്ടവനാണ് ക്രിസ്ത്യാനി. അവിടെയും ഇവിടെയും ഇരുന്ന് കുറ്റം വിധിച്ച് ഞാനെന്ന ഭാവത്തിൽ അഹത്തെ വളർത്തുമ്പോൾ തകർക്കപ്പെടുന്നത് ക്രിസ്തീയ സഭയല്ല, സ്വയം തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരുക്കപ്പെട്ട ബലിപീഠത്തിലേക്ക് തുറന്ന കണ്ണുകളോടെ നമ്മെ നോക്കിയിരിക്കുന്ന നമ്മുടെ കർത്താവിന്റെ തിരുമുൻപിലേക്ക് ഈ ജീവിതം നമുക്ക് കാഴ്ചയായിട്ട് കൊടുക്കാം. നമ്മുടെ രോഗങ്ങള്, പീഡകള്, വേദനകള്, കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങള്, തകർച്ചകള്, കടബാധ്യതകള് എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. രോഗപീഡകളാൽ വേദനിക്കുന്ന അനേകർ ഇന്നിവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി മക്കൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാവരുടെയും യാചനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ദൈവത്തിന്റെ മുൻപിലാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. അവിടുന്ന് പരാജിതനല്ല. പ്രിയ ദൈവ പൈതലേ,
പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമെന്ന് നീ തന്നെ നിന്നോട് ചോദിച്ചിരിക്കാം. മറ്റു പലരും നിന്നോട് ചോദിക്കാം. ഓർക്കുക, നീ പ്രാർത്ഥിക്കുന്നത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. അവൻ വലിയവനാണ്, അവൻ വൻ കാര്യങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, പല ദൈവമക്കളും തഴക്കദോഷങ്ങൾക്കും കുറ്റബോധത്തിനും അടിമകളായിട്ട് തടവറയിലെന്നോണം ഇവിടെയുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്, കുടുംബങ്ങളിലുണ്ട്. രക്ഷപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല, തടവറയിലാണ്. കുറ്റബോധത്തിന്റെ, പാപത്തിന്റെ, മനസ്താപമില്ലാത്തതിന്റെ. എല്ലാവരും സന്നിധിയിലേക്ക് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കുക. എല്ലാവരും നമുക്കും ലോകം മുഴുവനും വേണ്ടി കരുണയാചിക്കാം. തടവറയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് മരിച്ചവരിൽ നിന്ന് മൂന്നാം ദിനം ഉത്ഥാനം ചെയ്ത കർത്താവ് പ്രതാപവാനായിട്ട് തടവറകളിൽ നിന്ന് മോചനം നൽകാൻ കഴിവുള്ളവൻ എഴുന്നള്ളി വന്നിരിക്കുന്നു. അവിടുന്ന് അത് പ്രവർത്തിക്കും. സ്തുതികൾ ഉയരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഈശോയെ, ഈശോ, 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 ഈശോ. ആഴത്തിലൊന്ന് ഇടപെടണമേ കർത്താവേ, പ്രാർത്ഥിക്കാം. ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഓരോ ദൈവമക്കളെ സ്പർശിക്കണമേ. ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. രണ്ട് കൈകളും ഉയർത്തി പിടിച്ചുകൊണ്ട് യാചനയോടുകൂടി ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ഈശോ പറയുന്നു, ലോകം നൽകുന്ന ക്ഷണിക സന്തോഷത്തിൽ തീരാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. അത് യേശുവിന്റെ തിരുരക്തത്തിന്റെ വിലയും നിത്യതയിലേക്കുള്ള വിളിയുമാണ്. ലോകം തരുന്ന ക്ഷണിക സന്തോഷത്തിൽ ഉടക്കി അവസാനിക്കാനായിട്ടുള്ളതല്ല മക്കളെ നിങ്ങളുടെ വിലപ്പെട്ട ജീവിതം. അത് യേശുവിന്റെ തിരുരക്തത്തിന്റെ വിലയും നിത്യതയിലേക്കുള്ള വിളിയുമാണ്. യേശുവേ, ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ. ആഴത്തിലൊന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ആ ബന്ധനങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ സഹായിക്കണമേ. പ്രാർത്ഥിക്കാം. ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. യാചിക്കൂ, യാചിക്കൂ. ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ആരാധനയുടെ അമ്മയായ പരിശുദ്ധ അമ്മ നൽകുന്ന സന്ദേശം ഇതായിരുന്നു. അതിനാൽ കഴിഞ്ഞകാല ദുഃഖങ്ങളും അവഹേളനങ്ങളും കുറ്റപ്പെടുത്തലുകളും പീഡനങ്ങളും തെറ്റിദ്ധാരണകളും നിങ്ങളുടെ ചെറുതും വലുതുമായ പാപങ്ങളും നിങ്ങളെ തളർത്തുവാൻ കാരണമാക്കരുത്. തിരഞ്ഞെടുപ്പിനോടും വിളിയോടും വിശ്വസ്തത പുലർത്തുവാൻ ഈശോയ്ക്ക് വാക്കുകൊടുക്കാം. ഈ ശുശ്രൂഷയിലൂടെ കടന്നു വന്നവരാണ് അനേകം മക്കള്. വിശ്വസ്തത വാഗ്ദാനം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. പ്രാർത്ഥിക്കാം. ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി. ആഴത്തിൽ ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. രണ്ട് കൈകളെ ഹൃദയത്തോട് ചേർത്ത് വെക്കൂ. കണ്ണുകൾ അടയ്ക്കൂ. നൊമ്പരങ്ങളും ഒറ്റപ്പെടലുകളും തെറ്റിദ്ധരിക്കപ്പെടലും വഴി പുരുഷനെ പരിചയപ്പെടുവാൻ അവസരം കിട്ടുമ്പോൾ യേശുവിനോട് ചേർന്ന് നിൽക്കുവാൻ അനുഗ്രഹിക്കണമേ. നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഏറ്റവും വലിയ പ്രാർത്ഥനയായ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കുർബാനയുടെ അമ്മയായ പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം ഇതാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതവും ദാനവും പരിശുദ്ധ കുർബാനയാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതവും ദാനവും
പരിശുദ്ധ കുർബാനയാണ്. ഓരോ ബലിയും ലോകം മുഴുവൻ്റെയും പാപപരിഹാര ബലിയായി സ്വീകരിക്കപ്പെടുന്നു. മോചനദ്രവ്യമായി എൻ്റെ തിരുക്കുമാരൻ സ്വീകരിക്കുന്നവരെ നിറയുകയും ചെയ്യുന്നു. 2002 ഓഗസ്റ്റ് 22 അമ്മ നൽകിയ കുർബാനയുടെ അമ്മയായ പരിശുദ്ധ കന്യക അമ്മ നൽകിയ ആ വലിയ സന്ദേശമാണിത്. ആരാധനയ്ക്ക് നമുക്കണയാം, ബലിക്ക് നമുക്കണയാം. പ്രിയപ്പെട്ടവരെ, ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കർത്താവ് നമ്മളെ ഒരു അഭിഷേകത്തിലേക്ക് കൊണ്ടിരിക്കുകയായിരുന്നു. റാണി സൂചിപ്പിച്ചു, ഒരു ശബ്ദം പോലുമില്ലാതെ കഴിഞ്ഞ ആഴ്ച മുഴുവൻ രോഗിയായിട്ട് കിടക്കുകയായിരുന്നു. ഇന്ന് വരാൻ പറ്റുമോയെന്ന് പോലും അറിയത്തില്ല. ബഹുമാനപ്പെട്ട ടോമച്ചൻ പറഞ്ഞു, റാണി ഇവിടെ ഒന്ന് ഇരുന്നാൽ മതിയെന്ന്. അത്രമാത്രം ആവശ്യമായിട്ടായിരുന്നു. തലേ ദിവസമാണ് വിളിച്ചു പറയുന്ന അച്ഛൻ ആരാധന നടത്തണം. ഞാൻ റാണിയുടെ ആരാധനയിൽ പങ്കെടുക്കാമെന്ന് കരുതിയിരുന്നപ്പോഴാണ് അപ്രകാരം ഒരു അറിയിപ്പുണ്ടാകുന്നത്. എങ്കിലും ഞാൻ പറഞ്ഞു, ആരാധനയുടെ ഏതെങ്കിലും സമയത്ത് ദൈവം ഇടപെടുമെങ്കിൽ റാണി അടുത്ത് വന്നിരുന്ന് ഈ ആരാധന നയിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, അത് അതുപോലെ തന്നെ സംഭവിച്ചു. ഈ ശുശ്രൂഷയോട് എന്തുമാത്രം സ്നേഹമാണ് ഈശോയ്ക്കുള്ളത് എന്നുള്ളത്. 27 വർഷമായിട്ട് ഈ ശുശ്രൂഷയെ പരിപാലിച്ച് അടയാളങ്ങളും അത്ഭുതങ്ങളും സുഗന്ധാഭിഷേകങ്ങളും ഒക്കെ നൽകി എന്തുമാത്രം ജനത്തെയാണ് പിടിച്ചു നിർത്തത്. ഏലിയ പറഞ്ഞു, എല്ലാം നശിച്ചു, എല്ലാവരും പോയെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ബാൽദേവന്റെ മുകളിൽ മുട്ടുമടക്കാത്ത 7000-ൽ പരം വ്യക്തികളെ ഞാൻ ഇപ്പോൾ ഇസ്രായേലിൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. അതെ, പരിശുദ്ധ കുർബാന പൊതുവേദിയിൽ പ്രദർശന വസ്തുവായി തീരുകയും അവന്റെ തിരുശരീര രക്തങ്ങൾ വിവാദ വിഷയമായി തീരുകയും അനേകർ ദിവ്യകാരുണ്യ ഭക്തിയിൽ നിന്നും പിന്തിരിയാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ കഞ്ചിക്കോട് ശുശ്രൂഷ അനേകരെ പരിശുദ്ധ കുർബാനയിലുള്ള സ്നേഹത്തിലും വിശ്വാസത്തിലും പിടിച്ചു നിർത്തി എന്നുള്ളത് ദൈവത്തിന്റെ വലിയ ഒരു കരുണയും സ്നേഹവുമാണ്. വീണ്ടും ഇതാ ഈ ശുശ്രൂഷയുടെ സമയത്ത് 2 പ്രാവശ്യമാണ് സുഗന്ധാഭിഷേകം ശക്തമായിട്ട് ലഭിച്ചത്. മാതാവ് പറഞ്ഞു, നീ അപൂർവമായ നിമിഷങ്ങളിൽ മാത്രമേ എൻ്റെ സാന്നിധ്യം ഞാൻ നൽകുകയുള്ളൂ എന്ന്. അമ്മേ, ഈ ശുശ്രൂഷ അമ്മ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നതിൻ്റെ അടയാളമായിട്ടാണല്ലോ 2 പ്രാവശ്യം ശക്തമായ സുഗന്ധാഭിഷേകം നൽകിയത്. സുഗന്ധാഭിഷേകത്തെക്കുറിച്ച് അമ്മ നൽകിയ ആ സന്ദേശം നമുക്ക് ഓർക്കാം. എന്തിനാണ് ഈ സുഗന്ധാഭിഷേകം തരുന്നത്? പലർക്കും അറിയത്തില്ല. അമ്മ തന്നെ തരികയാണ്, സ്വർഗീയ അനുഭൂതി നൽകുന്ന സുഗന്ധാഭിഷേകത്താൽ ഞാൻ നിങ്ങളെ സന്തോഷിപ്പിച്ചു കൊണ്ടിരുന്നു. അനേകർ വിശ്വാസത്തിലും മറ്റു ചിലർ അവിശ്വാസത്തിലും അത് സ്വീകരിച്ചു. ഈ ദൈവിക സാന്നിധ്യം അനുഭവം നിങ്ങളുടെ സ്വന്തമാക്കുക. ഈ ഭവനത്തിലൂടെയോ എൻ്റെ മകളിലൂടെയോ പ്രത്യേകമായ വിധം നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ജീവിതമാകുന്ന വിശുദ്ധിയുടെ പുഷ്പത്താൽ നറുമണത്താൽ ഞാനും എൻ്റെ തിരുക്കുമാരനും സന്തോഷിക്കട്ടെ. വിശുദ്ധമായ ഒരു ജീവിതം നയിക്കുവാനായിട്ടുള്ള ശക്തമായ ആഹ്വാനമാണ് 96 മുതൽ ആരംഭിച്ച ഈ മരിയൻ ശുശ്രൂഷയിൽ സുഗന്ധാഭിഷേകങ്ങളും അടയാളങ്ങളും നൽകിക്കൊണ്ട് മാതാവ് നമ്മളെ ചേർത്ത് നിർത്തുകയാണ്. മാത്രമല്ല, മാതാവ് കർത്താവിൻ്റെ പ്രത്യാഗമന ദിവസത്തിൽ നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവരായി തീരുവാൻ അമ്മ ആഗ്രഹിക്കുകയാണ്. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രവർത്തിക്കാം. ജപമാല ഭക്തിയിലും ദിവ്യകാരുണ്യ ഭക്തിയിലും നമുക്ക് വളരാം. ഈശോയെ, ദിവ്യകാരുണ്യത്തോടുള്ള അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവസ്നേഹം ഒരു തമാശയായി കരുതാതെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാൻ മാത്രം ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തുന്ന ഒരു പ്രവണതയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും എൻ്റെ കർത്താവാണ് എനിക്ക് വലുതെന്ന ഓർമ്മയിൽ ജീവിക്കുവാൻ, നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്കേകണമേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്കൊരുമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ തിരുസന്നിധിയിൽ മുട്ടുകുത്തിക്കൊണ്ട് ഒരു പ്രതിജ്ഞയെടുക്കാം. എൻ്റെ ആയുസ്സിൻ്റെ ഓരോ ദിവസത്തിലും ദൈവമേ, ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടിയണയും. പരിശുദ്ധ കുർബാന എന്ന മഹാ അത്ഭുതം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഞാൻ മാറ്റും. പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായൊരു ജീവിതമാണ് ഈശോ ഞാനും ആഗ്രഹിക്കുന്നത്. കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവസന്നിധിയിൽ കൈനീട്ടിയിട്ട് സ്വയം വിശുദ്ധീകരിക്കാതെ ജീവിക്കുകയും ദൈവത്തോട് അപേക്ഷിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുകയും ചെയ്യുന്ന തിന്മയുടെ വക്താക്കളാകാതെ കർത്താവിൻ്റെ സന്നിധിയിൽ
ഊണിലും ഉറക്കത്തിലും അവനോടൊപ്പം എന്ന ഓർമ്മയിൽ ജീവിക്കുവാൻ അനുഗ്രഹം നമുക്ക് യാചിക്കാം. റോമാക്കാർക്ക് എഴുതപ്പെട്ട ലേഖനം 14-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ: നാം നമുക്ക് വേണ്ടി തന്നെ, നമ്മിലാരും നമുക്ക് വേണ്ടി, തനിക്ക് വേണ്ടി തന്നെ ജീവിക്കുന്നില്ല, തനിക്ക് വേണ്ടി തന്നെ മരിക്കുന്നില്ല. നാം ജീവിക്കുന്നുവെങ്കിൽ ഈശോയ്ക്ക് സ്വന്തമായി ജീവിക്കുന്നു. നാം മരിക്കുന്നുവെങ്കിൽ യേശുവിന് സ്വന്തമായി മരിക്കുന്നു. നാം ജീവിച്ചാലും മരിച്ചാലും അത് യേശു ക്രിസ്തുവിന് മാത്രമുള്ളതാണ്. ഹല്ലേലൂയ. ഈ ചിന്തയായിരിക്കട്ടെ ഈ 28-ാം വാർഷികത്തിൽ നമ്മിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. ഞാൻ മറ്റൊരു ദിവ്യകാരുണ്യമായി രൂപപ്പെടണമെന്ന് ഓരോ പ്രഭാതത്തിലും ദിവ്യകാരുണ്യത്തിന്റെ മകനെ, മകളെ നീ ചിന്തിക്കണം. നീ ഓടിയണയണം ദേവാലയത്തിലേക്ക്. നിനക്ക് എത്ര ക്ഷീണമുണ്ടെങ്കിലും തിരക്കുണ്ടെങ്കിലും തന്നെ മുറിച്ചു വിളമ്പി കാത്തിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയും ബലിപീഠവും വിട്ടിട്ട് നീ എവിടേക്കും പോകരുത് പൈതലേ. നേരത്തെ നാം പ്രാർത്ഥിച്ചില്ലേ, നിന്റെ ജീവിതം അത്തച്ഛന്റെ കരങ്ങളിലേക്ക് കൊടുക്ക്. അവൻ നിന്നെ ചേർത്ത് പിടിക്കും ചങ്കോട്. ചങ്കിലെ ചോര കൊണ്ട് നിന്നെ കഴുകി വിശുദ്ധീകരിക്കും. നിന്റെ ജീവിതയാത്രയിൽ ബലിപീഠത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന തിരുരക്തത്തിൽ അവിടുന്ന് നിന്നെ പൊതിയും. അവിടുത്തെ വിശുദ്ധ കുരിശിനാൽ നിന്നെ മുദ്ര ചെയ്യും. അതിനേക്കാൾ വലിയൊരു സംരക്ഷണം നിനക്ക് കിട്ടില്ല. കുഞ്ഞെ, ഓർക്കുക, നീ നീങ്ങിയ വഴികളല്ല ഇനി നടക്കേണ്ടത് ഏറെയുണ്ട്. ഓരോ ചുവടും ഭാരമേറിയതാണെന്ന് ലോകത്തെ നോക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും. അത്ര അനായാസമായിട്ട് മുന്നോട്ട് പോകാൻ ഇനി നമുക്ക് പറ്റില്ല. വിശ്വാസ ജീവിതത്തിന്റെ കാതൽ പരിശുദ്ധ കുർബാനയാണെന്ന സത്യം ജീവിതത്തിലൂടെ വിളിച്ചോതാൻ നിനക്ക് സാധിച്ചാൽ നീ വിജയിച്ചു കഴിഞ്ഞു. നിന്റെ നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല, നിന്റെ പരാജയങ്ങളൊന്നും പരാജയമല്ല. നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം ദൈവം പരാജയപ്പെട്ടിട്ടില്ല. കാരണം അവിടുന്നിൽ ആശ്രയിക്കുന്നവർ ഭഗ്നാശരാകുകയില്ല. കരങ്ങൾ കൂപ്പാം, കണ്ണുകളടയ്ക്കാം. ഓർക്കുക, അസംഖ്യം ദൈവദൂതന്മാരുടെ മധ്യത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. പ്രവാചകന്മാരുടെയും വിശുദ്ധരുടെയും സാന്നിധ്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മുടെ കർത്താവിനെ, കുർബാനയായ കർത്താവിനെ സാഷ്ടാംഗം പ്രണമിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയോടും മാർ യൗസേപ്പ് പിതാവിനോടും ചേർന്നാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾക്ക് വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടുണ്ട്, വിജയസഭയിലെ കൂട്ടുണ്ട്, ശുദ്ധീകരണാത്മാക്കളുടെ പ്രാർത്ഥനയുണ്ട്. ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കടപ്പാടുണ്ട്, കടമയുണ്ട്. പ്രാർത്ഥിക്കണമേ. ജപമാല എന്ന പ്രാർത്ഥന ഉപേക്ഷിക്കരുതേ. പല വിധത്തിലുള്ള തിന്മയുടെ പ്രചരണങ്ങളും നടക്കുമ്പോൾ പ്രിയ ദൈവ പൈതലെ ഓർക്കുക, പരിശുദ്ധ അമ്മയോടൊപ്പം ജപമാല പ്രാർത്ഥനയിൽ ദൈവസ്തുതികൾ ആലപിച്ച് സ്വർഗീയനാഥനാകുന്ന യേശുവിന്റെ സന്നിധിയിൽ വിശുദ്ധ കുർബാനയിൽ നീ അണയുമ്പോൾ നീ പരിരക്ഷിക്കപ്പെടും. നിനക്ക് ശക്തമായ ഉറപ്പാണ്, കോട്ടയാണ് വിശുദ്ധ കുർബാന. കരങ്ങൾ ഉയർത്താം ഒരിക്കൽ കൂടെ. ഈശോയെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. രാജാധിരാജൻ സിംഹാസനത്തിന് മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന കുഞ്ഞാട്, അവൻ തന്റെ മക്കളെ മേയിക്കുകയും ജീവന്റെ ഉറവകളിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം മനുഷ്യ മക്കളുടെ കണ്ണുനീർ തുടച്ചു മാറ്റും. ആ ദൈവം ഇടറിപ്പോയപ്പോൾ ഇറങ്ങിപ്പോകാത്ത ദൈവം, സ്നേഹം തന്നെയായ ദൈവം നിന്റെ അരികിലുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്വരമുയർത്തി സ്തുതിക്കട്ടെ, ദൈവത്തെ വിളിച്ച് സ്തുതിക്കട്ടെ, യേശുവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. നിന്റെ സ്തുതി ഉയരട്ടെ, സ്വർഗത്തിലേക്ക് ഉയരട്ടെ, സ്വർഗത്തിലേക്ക് ഉയരട്ടെ.
ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 യേശുവേ. ആരാധനയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്